പ്രവീൺസ് അക്കാദമി PSCയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രൊണോളജിക്കൽ ഓർഡർ മലയാളം കാലഗണനക്രമം ഇതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ് കാണുമ്പോൾ കഴിഞ്ഞ ക്ലാസ് കൂടി 2 ദിവസം മുമ്പ് ഞാൻ ആ ക്ലാസ് ഇട്ടിരുന്നു. അത് കണ്ട ആ കണ്ടന്റ് വേണം ഇത് കാണാൻ. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കാലഗണനക്രമം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ അതായത് 1 ദിവസം മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ 2000 മുതൽ 2005 വരെയുള്ള വർഷങ്ങളെയാണ് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ആക്കി നമുക്ക് കാണിച്ചത്. അപ്പോൾ ഈ എന്തിനാണ് ഈ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഞങ്ങളെ കാണിക്കുന്നത് വെച്ചാൽ ചരിത്രത്തിൻ്റെ ഭാഗമായി ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ വർഷങ്ങളും സംഭവങ്ങളും ക്രമീകരിച്ചിടാൻ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് ഞാൻ പറയുക. നമുക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നത് വർഷം നോക്കുക. ഫസ്റ്റ് വൺ 1933, സെക്കൻഡ് വൺ 1925, തേർഡ് വൺ 1976, ഫോർത്ത് വൺ 2000. ഈ വർഷങ്ങളെ ഞാൻ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലുമാണ് മാറ്റി, അതായത് ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും മാറ്റുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ വർഷങ്ങളെ ആരോഹണ ക്രമത്തിലാക്കുമ്പോൾ, അതായത് അസെൻഡിങ് ഓർഡറിലാക്കുമ്പോൾ നമുക്ക് ആ ചെറുതിൽ നിന്നും വലുതിലേക്ക് വരണം. ഫസ്റ്റ് വൺ 1925, സെക്കൻഡ് വൺ 1933, തേർഡ് വൺ 1976, ഫോർത്ത് വൺ 2000. ഇതാണ് ആരോഹണ അഥവാ അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. 1925 33 ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടി, അതായത് നമുക്ക് 1925 കഴിഞ്ഞാൽ അടുത്ത ഓർഡറായി വരേണ്ടതാ ഈ വർഷങ്ങളിൽ 1933 ആണ് ഏത് ആരോഹണ അഥവാ അസെൻഡിങ് ഓർഡർ. ഇനി ഇതേ വർഷം തന്നെ ഞാൻ ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുന്നു, അതായത് ആരോഹണ ക്രമത്തിലേക്കാക്കി മാറ്റുന്നു. അതായത് വലുതിൽ നിന്നും ചെറുതിലേക്ക് ഇടുന്നു. ഫസ്റ്റ് വൺ ഇതാ 2000, സെക്കൻഡ് വൺ 1976, തേർഡ് വൺ 1933, ഫോർത്ത് വൺ 1925. സോ ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ UP ക്ലാസ് തൊട്ട് ഇങ്ങോട്ട് പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്കും ഇത് അറിയാവുന്നതാണ്. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ വർഷങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ സംഭവങ്ങൾ, പിന്നെ മാസം, തീയതി, ഇങ്ങനെയൊക്കെ അതിന് തിരിച്ചു മറിച്ചിട്ടാണ് PSC തരുന്നത്. അത് നമ്മൾ കറക്റ്റ് ഓർഡർ ആക്കണം. ഇത് രണ്ടിലാക്കാൻ പറയുമ്പോൾ PSC ഒന്നിലെ ആക്കി തരുള്ളൂ. അതായത് ഒന്നുകിൽ അസെൻഡിങ് ഓർഡർ ആക്കി തരും, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ആക്കി തരും. പിന്നെ മാസവും തീയതിയും വരുന്നതെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ കട്ടിയുള്ള ക്വസ്റ്റ്യൻ എന്താ അങ്ങനെ വരിക. അത് ഇപ്പോൾ UPSC ടെസ്റ്റിനൊക്കെ SSC ടെസ്റ്റിനൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് PSCക്ക് ഇപ്പോൾ ഈ രീതിയിലും പിന്നെ സംഭവങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് തരും, ചിലപ്പോൾ മാസവും തീയതിയും തരും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഫസ്റ്റ് പാർട്ട് കണ്ട് ഉള്ളവരോട് സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയുള്ള പാർട്ടുകൾ അങ്ങനെ കാണുക. ഭാഗങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി ഇത് മനസ്സിലാവുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കോ PSC പഠിക്കുന്ന മറ്റു കുട്ടികൾക്കോ വിദ്യാർത്ഥികൾക്കോ ഒക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്കിൽ മാത്രമേ കൂടുതൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റൂ.